നാൻസി പാതിരാത്രി പണിയിലാണ്, ഒരു ബ്രൈഡിന്റെ ആണ്. ബാക്കി എല്ലാം സെറ്റാണത്. ഈ ഒരു പീസും കൂടി റെഡി ആണെങ്കിൽ നാളെ രാവിലെ ആൾ വരുമ്പോൾ അങ്ങോട്ട് കൊടുക്കാം. രണ്ടുപേരും ടെൻഷനിലായിരിക്കുമല്ലോ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തെടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളും അവരെങ്ങനെയായിരിക്കും ചെയ്തു തരികാന്ന് ഓർത്തിട്ട് കസ്റ്റമറും കയ്യിൽ കിട്ടിയാലല്ലേ അവർക്കും സമാധാനം കിട്ടുള്ളൂ. ഞങ്ങളുടെ കസിൻ അന്നയുടെ നെയ്ബറാണ് കസ്റ്റമർ. ആൾ വന്നപ്പോൾ തന്നെ കണ്ടത് ബ്ലൗസ് ആണ്. ഇത് കണ്ടപ്പോൾ തന്നെ ആളുടെ മുഖത്ത് 200-ന്റെ ബൾബാണ് കത്തിയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റു നോക്കിയിരുന്നത് ഈ ഒരു ഡ്രസ്സ് ഇതെങ്ങനെയായിരിക്കും ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുക എന്നുള്ളതാട്ടോ. ആള് റെഫറൻസ് കാണിച്ചു തന്ന പോലെ തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമായിരുന്നു ഡയറക്റ്റ് ഒന്നും കൂടി കാണാനായിട്ട്. ഇത് പിന്നെ ഹൽദിക്കുള്ളതായിരുന്നു. ആൾക്ക് എന്താണെങ്കിലും 3 നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ട് വേണമായിരുന്നു നാൻസിക്ക് പല്ല് തേച്ച് കുളിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട്. പാതിരാത്രി ഇരിപ്പായിരുന്നു, ഇടയ്ക്കൊന്ന് കിടന്നെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ തിരുവോണ ദിനമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു സാരി വാങ്ങിയിരുന്നു, ആ സാരി ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം കേട്ടോ. എനിക്കല്ല, ആൻറ്റിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതാണ് എൻ്റെ ഓണക്കോടി ഫ്രം ഫ്ലിപ്കാർട്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറാട്ടോ, പക്ഷേ ലൈറ്റ് ഒന്നും ഇല്ലാത്തതോടെ ഒരു വെട്ടയില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. നാൻസിയുടെ ഓണക്കോടി ഫ്രണ്ടിൻ്റെ ബ്രാൻഡിൽ നിന്നുള്ളതാട്ടോ. അങ്ങനെ നമ്മളിത് സാരി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടെ. അങ്ങനെ അത് നമ്മളൊരു 3 മീറ്റർ മുറിച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മുകളിലോട്ട് സാരി ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഇന്നലെയൊക്കെ എന്തൊരു തിരക്കാരെന്നറിയാവോ, ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജനത്തിരക്ക് കാരണം. അങ്ങനെ ആൻറ്റിയുടെ അടുത്തുനിന്ന് ഒരു സദ്യ അങ്ങനെ കഴിച്ചിട്ട് നമ്മുടെ തിരുവോണം തീർന്നു.